ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് 25-ാം സങ്കീർത്തനമാണ്. എല്ലാവർക്കും 25-ാം സങ്കീർത്തനം എടുക്കാം. പ്രൈസ് ലോർഡ്. ഈ സങ്കീർത്തനം 25-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് അതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് നമുക്കതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ സങ്കീർത്തനത്തിനെ എക്കോസ്റ്റിക് പോയം എന്നാണ് പറയുന്നത്. എക്കോസ്റ്റിക് പോയം എന്ന് വെച്ചാൽ എബ്രായ ഭാഷയുടെ അക്ഷരങ്ങൾ വെച്ചാണ് ഓരോ വാക്യവും ആരംഭിക്കുന്നത്. ഇങ്ങനെ 22 വാക്യങ്ങളും എബ്രായ ഭാഷയുടെ ഓരോ വാക്യങ്ങൾ വെച്ചാണ് ആരംഭിക്കുന്നത്. ഇനി 1 മുതൽ 3 വരെ നമുക്കിതിനെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ വാക്യങ്ങൾ എടുത്താൽ ദാവീദ് അവിടെ തൻ്റെ ജീവിതത്തെപ്പറ്റി പറയാണ്. ദൈവമേ, ഞാൻ എൻ്റെ മനസ്സ് ദൈവത്തോട് ഉയർത്തുന്നു. തൻ്റെ പ്രയാസത്തിൽ ദാവീദ് തൻ്റെ പ്രയാസത്തിൽ ദൈവത്തോട് ഒരു 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 നിലവിളിക്കുകയാണെന്ന് നമുക്ക് പറയാം. തൻ്റെ ജീവിതം ഒരു പ്രയാസമാണ് എന്നൊരു ഫീലിങ്ങിലാണ് ദൈവത്തോട് ദാവീദ് അടുത്ത് ചെല്ലുന്നത്. തൻ്റെ ശത്രുക്കളെല്ലാം തന്നെ ഞെക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ അസഹ്യപ്പെടുത്തുന്നു എന്നുള്ള ഒരു ഫീലിംഗാണ് നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തൻ്റെ പ്രയാസം പറയുന്നു. അത് കഴിഞ്ഞ് താൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്തിനാ അപേക്ഷിക്കുന്നത്? 4 കാര്യങ്ങൾ അവിടെ അപേക്ഷിക്കുന്നുണ്ട്. 1, ദൈവത്തിൻ്റെ വഴി അറിയുവാൻ. 2, ദൈവത്തിൻ്റെ രക്ഷ എന്തുവാണെന്നറിയാൻ. 3, ദൈവത്തിൻ്റെ ദയ എന്തുവാണെന്നറിയാൻ. 4, യൗവനത്തിലെ പാപങ്ങളൊക്കെയും ക്ഷമിക്കുവാനുള്ളൊരു അപേക്ഷ. അപ്പോൾ 4 കാര്യങ്ങളാണ് ദാവീദ് അവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത് ആ വാക്യങ്ങളിൽ. പിന്നെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെയാണ് ദാവീദ് പറയുന്നത്. സോ ആദ്യം ഒരു നിലവിളിയാണ്, തൻ്റെ പ്രയാസങ്ങൾ അറിയിക്കുന്നു. 2ാമത് തൻ്റെ അപേക്ഷകൾ അറിയിക്കുന്നു. 3ാമത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. അതായത് ദൈവം നീതിമാനും നീതി പാലിക്കുകയും കറക്ഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം നീതിമാനുമാണ്, കറക്ഷനുള്ള ചോയ്സും ഉണ്ട്. പക്ഷെ ആരത് അനുഭവിക്കുന്നു? ദൈവത്തോട് പറ്റിച്ചേരുന്നവർക്കേ ഇത് മനസ്സിലാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രാപിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതാണ് ദാവീദ് അവിടെ ആ 3 വാക്യങ്ങളിൽ പറയുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തോടുള്ള അനുസരണം. അപ്പം നേരത്തെയുള്ള വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സ്വഭാവം എന്തുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ലൈൻസിൽ വാക്യങ്ങൾ നോക്കിയാൽ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഇപ്പം ദൈവത്തെ അനുസരിക്കുന്നത് ജ്ഞാനത്തെക്കാൾ വലുതാണെന്നാണ് ദാവീദ് പറയുന്നത്. അനുസരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അവിടെ അവൻ സുഖമായി വസിക്കുന്നു. നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പ്രയാസം കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രയാസത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതിൽ കൂടെയൊക്കെ ഞാൻ കടന്നു വന്നതല്ലേ. എന്നല്ലൊരു സാധാരണ ദൈവത്തെ അറിയാത്തൊരു വ്യക്തിക്ക് അത് സാധിക്കുന്നുണ്ടോ? അവർ മിക്കവാറും അവരുടെ ജീവൻ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഒരു ദൈവ പൈതലാണെങ്കിലോ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതെപ്പോഴും കടന്നു പോകാനുള്ളൊരു കൃപ ദൈവം അതിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന വിധം സുഖമായി വസിക്കുക. സുഖം എന്ന് പറയുമ്പോൾ എല്ലാം പീസ്ഫുള്ളാണോ? അല്ല. പക്ഷെ ആ അൺപീസ്ഫുൾ സിറ്റുവേഷനിലും നമുക്കൊരു പീസും സെക്യൂരിറ്റിയും ദൈവം തരുന്നു. ഇനി അത് മാത്രമല്ല, അവൻ്റെ സന്തതി എന്ത് ചെയ്യുന്നു? ദേശത്തെ അവകാശമാക്കുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ മക്കൾ ദേശത്തെ അവകാശമാക്കുമെന്ന് നമുക്ക് പറയാം, ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആശ്രയിച്ചുവെങ്കിൽ നമ്മൾ അവരുടെ തലമുറയാണ്. അതുകൊണ്ട് നമ്മൾ ആ അനുഗ്രഹം പ്രാപിക്കുന്നു. ബട്ട് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ആർ വി ട്രെയിനിങ് ദം ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ? നമ്മുടെ മക്കൾ വരെ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? അവരുടെ മക്കളുടെ ഒരു കാലം നമ്മൾ കാണുന്നുണ്ടോ? അതെങ്ങനെയായിരിക്കും? ഇഫ് യു ലുക്ക് അറ്റ് ദ ഇൻറ്റൻസിറ്റി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ
ആദ്യം വന്ന ഫസ്റ്റ് ജനറേഷൻ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു അവരുടെ വിശ്വാസം. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അനുഭവിച്ചു വന്ന ഒരു കൂട്ടമായിരുന്നു. അവരുടെ മക്കളായപ്പോഴത്തേക്കും ഇൻറ്റൻസിറ്റി കുറഞ്ഞു. അടുത്ത ജനറേഷൻ നിങ്ങളൊക്കെ തേർഡ് ജനറേഷനാണ്. ഈ തേർഡ് ജനറേഷൻ എത്തിയപ്പോഴത്തേക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ഇല്ല, ഇല്ലേ? ഹൗ മെനി ഓഫ് യു ഓൾ ഹാവ് സീൻ ഇറ്റ്? എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഹാർഡ്ലി എനി, അല്ലേ? നമ്മൾ കണ്ടില്ല, ഇപ്പം നമ്മുടെ മക്കൾ കാണുമോ? അല്ലേ? നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ മക്കൾ. നമ്മൾ എത്ര പേര് അവരുടെ മുമ്പിൽ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്? എത്ര പേരൻസ് ഉണ്ട്? ഹൗ മെനി ഓഫ് യു ഓൾ റീഡ് ദ ബൈബിൾ while your children are around? But we use this, അല്ലേ? എന്നിട്ട് നമ്മൾ പറയും പിള്ളേർ ഫുൾ ടൈം സ്ക്രീനില്ല, അവരതിനായിട്ട് വാശി പിടിക്കുന്നു. വൈ? യാത്ത റീസൺ, അല്ലേ? നമ്മൾ കാണിക്കുന്ന മോഡലാണ്. ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. യു ഗെറ്റ് എ ഫ്രീ ടൈം, യു ആർ ഓൺ ദിസ്. യു ആർ നോട്ട് ടോക്കിംഗ് ടു സമൺ, യു ആർ ഓൺ ദിസ്. യു ആർ നോട്ട് റീഡിങ് ദ ബൈബിൾ, യു ആർ ഓൺ ദിസ്. സോ നമ്മളുടെ ആ ഒരു ജനറേഷനിൽ മാത്രമല്ല, അവരുടെ അടുത്ത ജനറേഷനിലും ആ അനുഗ്രഹം പോകണമെങ്കിൽ വി ഷുഡ് ബി ട്രെയിനിങ് ദം ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. എന്നാൽ അവരുടെയും തലമുറ ദേശത്തെ കൈവശമാക്കും. ഇനി അത് മാത്രമോ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് ദൈവം തൻ്റെ വഴികളെ കാണിച്ചു കൊടുക്കും. അത് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാലത്തും എൻ്റെ വഴികളെ അന്വേഷിച്ചു. നമ്മൾ ദാവീദിൻ്റെ ചരിത്രം വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും, ദെർ വാസ് നെവർ എ ടൈം ദൈവത്തിൻ്റെ വഴികൾ ചോദിക്കാത്ത ഒരു ഡിസിഷനും ഡേവിഡ് എടുത്തിട്ടില്ല. അപ്പം ഡേവിഡ് പറയുകയാണ്, സി ഐ ഹാവ് ഡൺ ഇറ്റ് ആൻഡ് ഹി സേസ് ദാറ്റ് ഐ ഹാവ് ഡൺ ഇറ്റ്, ഇറ്റ് മീൻസ് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഒരു കിങ്ങിന് അത് ചെയ്യാമായിരുന്നെങ്കിൽ വെറും മനുഷ്യരായി നമുക്ക് അതിൻ്റെ കൂടുതൽ ചെയ്യാൻ സാധിക്കണം. ഇനി 16 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ദാവീദിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ പറയുകയാണ്. മനപ്രയാസമുണ്ട്, വിഷമമുണ്ട്, ദുഃഖമുണ്ട്, ശത്രുക്കൾ ജനിക്കുന്നു, എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലെല്ലാം ആകെയുള്ള ആശ്രയം ആരാണ്? ദൈവം. ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ദാവീദ് പറയുന്നത് ദാവീദിൻ്റെ ആകെയുള്ള ആശ്രയം ദൈവം മാത്രമാണ്. ഇനി 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്കും 1 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളെല്ലാം ദാവീദിൻ്റെ സെൽഫിനെ പറ്റിയാണ് പറയുന്നത്. മൈ പ്രോബ്ലംസ്, മൈ ഇഷ്യൂസ്, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ ശത്രുക്കൾ എന്നാണ് പറയുന്നത്. പക്ഷേ 22-ാം വാക്യമായപ്പോഴത്തേക്കും ഇതൊരു ബ്ലാങ്കറ്റ് പ്രെയറാണ്. ആർക്കുള്ള ബ്ലാങ്കറ്റ് പ്രെയറാണ്? ഇസ്രായേലിനുള്ള ഒരു ബ്ലാങ്കറ്റ് പ്രെയർ. ആ പ്രെയർ ഇന്നും വാലിഡ് അല്ലേ? നമ്മൾ ഓരോരുത്തരും അത് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗോസ് ആസ് എ പ്രെയർ ഫോർ ദം, isn't it? And even today they are experiencing God's grace because of that simple 22nd verse. ഇനി ഈ 25-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം? ഒന്ന്, ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കാം. താഴ്ന്നിരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ അറിയാൻ തുടങ്ങും. താഴ്ന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ താഴ്ന്നിരിക്കുന്നത്? ഞാൻ പൊടിയാണ്, കൃമിയാണ് എന്ന് പറയുന്നത് കൊണ്ടല്ല. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്നും കാര്യങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നത്. സോ നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കുറച്ച് വിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ടെൽ മീ യുവർ ഫ്രണ്ട് ആൻഡ് ഐ ടെൽ യു യുവർ ക്യാരക്ടർ. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഇഫ് ഐ ടെൽ ഐ ഫോളോ ജീസസ്, ദെൻ അപ്പുറത്തുള്ളവർ എന്താ മനസ്സിലാക്കുക? ഇമ്മീഡിയറ്റ്ലി ദെൽ കം ലവ്, ഫൊർഗിവ്നെസ്, പീസ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കും. എന്നിട്ട് പിന്നെ ദെൽ ബി വാച്ചിങ് us through that eyes. So what we can do is rather adorn Jesus on us. അപ്പം നമ്മൾ താഴ്ന്നിരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, ആൻഡ് take up the qualities of Jesus, of love and forgiveness. And നമുക്ക് നമ്മളോട് ദോഷം ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടാണ് ഇത് പറയുമ്പോൾ. ഞാൻ തന്നെ അതിലൊരു എന്താ പറയുക,
സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാനത് പറയുന്നത്. ബിക്കോസ് യു നോ, ജോഷയുടെ കാര്യം അറിയാം, തേജയുടെ കാര്യം അറിയാം. ഫോർ മീ ടു ഫൊർഗിവ് ദെം ഇസ് എ ടാസ്ക്. അപ്പോൾ എവറി ഡേ ഇറ്റ്സ് എ ടാസ്ക്, ലൈക്ക് ട്രൈങ് ടു ഗെറ്റ് ഓവർ ഇറ്റ്. അവരെ കാണുമ്പോൾ, അവനെ മീറ്റ് ചെയ്യുമ്പോൾ ഹൗ വിൽ ഐ ഫീൽ, ഹൗ വിൽ ഐ റിയാക്ട് എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ്. സോ ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്ക്. Even though we tell, we pray, it is very difficult. So let this be the Sankirtanam, help us, lead us. ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ മെസ്സേജിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഐ സിറ്റ് ആൻഡ് അവരുടെ കഴിയുമ്പോൾ തന്നെ അടുത്ത എന്നാന്ന് നമുക്കറിയാമല്ലോ. When God gave me Psalm 25, all this ഇത്രയും നാളിലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെസ്സേജുകളിലെല്ലാം I think is ആ ദിവസം ഞാൻ ദൈവത്തോട് ചോദിക്കും why this, but അന്ന് അവിടെ വന്നിരിക്കുമ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുണ്ടല്ലോ, ഇറ്റ് ഓൾ ലീഡ്സ് ടു വാട്ട് ഈസ് ഗോയിങ് ടു ബി സെഡ്. സോ ടുഡേ ഓൾസോ വെൻ ഐ വാസ് സിറ്റിംഗ് ഹിയർ, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടപ്പം എല്ലാവരും ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടം, പ്രയാസം എല്ലാവർക്കും ഉണ്ട്. ബട്ട് ദ ഓൺലി ഹോപ്പ് ഇസ് വാട്ട് in Jesus. And our right time he sends you someone with a message to lead you from that misery, or to help you, to support you. But that's all we can do. We can only support each other. And ഈ 25-ാം സങ്കീർത്തനം ഒരു GPS എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രയാസത്തിൽ നിന്നും നമ്മുടെ സങ്കടത്തിലൊക്കെ നമ്മളെ ദൈവത്തിലേക്ക് വഴി കാട്ടുന്ന ഒരു GPS ആയിട്ടാണ് ഈ സങ്കീർത്തനം പറയുന്നത്. സോ ലെറ്റ്സ് അഡോപ്റ്റ് ഇറ്റ് ഇൻ അവർ ലൈഫ് ആൻഡ് ലീഡ് ദ ചോയ്സ് ബെസ്റ്റ്. എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തേജയുടെ അപ്ഡേറ്റ് പറയാം. തേജയ്ക്ക് ഒരു കുറച്ച് നാൾ മുമ്പ് ന്യൂമോണിയ ആയിരുന്നു. ആൻഡ് ഷി വാസ് ഹോസ്പിറ്റലൈസ്ഡ് സിവിയറായിട്ട്. പക്ഷേ ആ ഹോസ്പിറ്റലൈസേഷൻ അവർ കറക്റ്റായിട്ട് ചെയ്തില്ല. ബിക്കോസ് ദേ ഹാഡ് ഷോർട്ടേജ് ഓഫ് ബെഡ്. ദേ സെൻഡ് ഹർ ഹോം. അതുകൊണ്ട് ഷീ ഹാസ് എ ലങ് ഇഞ്ചുറി, പ്ലൂറൈറ്റിസ് എന്ന് പറയും. ആൻഡ് സോ എവറി ഒക്കേഷണലി ശ്വാസം മുട്ടലും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ഇപ്പോൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എവറി 2 weeks ഷീ ഈസ് ബീങ് അഡ്മിറ്റഡ്, ടേക്കൺ ബൈ ദി ആംബുലൻസ്, ബിക്കോസ് ഹർ കണ്ടീഷൻ ഇസ് വെരി ബാഡ്. സോ അവിടെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ അവളൊരു റീഹാബിലിറ്റേഷന് അപേക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദേ സെൻഡ് ദം ടു സം പ്ലേസ് ഫോർ, it's fully paid by the government for them to recover. So അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഇന്നലെ പടി ഇറങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് അവസാനത്തെ പടി ഞാനൊന്ന് മിസ്സായി. കൃപയാൽ വീണില്ല. മോവി പറഞ്ഞതുപോലെ ദൈവം നിർത്തുന്നു. വീണില്ല, പക്ഷെ കാല് ചെറുതായിട്ടൊന്ന് സ്പ്രെയിനായി. No one was here. She was upstairs. I was alone downstairs. Only the cats and dog were with me. പോയിട്ട് പടികളൊക്കെ കഴിഞ്ഞു തിരിച്ച് ഓഫീസിൽ ചെന്നിരുന്നപ്പോഴാണ് ഇതങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങി, നീര് വയ്ക്കാൻ തുടങ്ങി. പിന്നെ എത്തിയിട്ടുണ്ടായപ്പോൾ അപ്പോഴും അച്ഛയൊന്നും അറിയുന്നില്ല. മെഡിസിൻ I just prayed to God. God healed me. And ഇത് പറഞ്ഞുകൊണ്ട് ദൈവം